ഹരിയാനയിലെ റോഹ്താക്കിലാണ് പ്രദീപ് മാലിക്കും കുടുംബവും താമസിച്ചിരുന്നത്. പ്രദീപ് മാലിക്കിന്റെ ഭാര്യ ബബ്ലി ദേവി, അമ്മ രോഷ്നി ദേവി, പ്രദീപിന്റെ മക്കളായ അഭിഷേക് മാലിക്, ഇളയ മകളായ നേഹ മാലിക് എന്നിവരടങ്ങിയ 5 അംഗ കുടുംബമായിരുന്നു അത്. പ്രദീപ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. സമ്പന്ന കുടുംബം. മാലിക് കുടുംബത്തിനെ അറിയാത്ത ആരും അവിടെ ഇല്ലെന്ന് തന്നെ പറയാം. അഭിഷേക് മാലിക് +2 പഠനമൊക്കെ കഴിഞ്ഞ് ഏത് കോഴ്സ് പഠിക്കണമെന്ന കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് പ്രദീപ് തൻ്റെ ബിസിനസ്സുകളൊക്കെ കൂടെ നിന്ന് പഠിക്കാനായിട്ട് മകനോട് പറയുന്നത്. എന്നാൽ അഭിഷേകിന് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു. പ്രദീപ് ഒടുവിൽ മകനോട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് പഠിക്കാൻ പറയുകയാണ്. അങ്ങനെ അഭിഷേക് ക്യാബിൻ ക്രൂ കോഴ്സിന് ഡൽഹിയിൽ ചേരാൻ തീരുമാനിച്ചു. പ്രദീപും അമ്മ ബബ്ലിയും പൂർണ്ണ സപ്പോർട്ടും കൊടുത്തു. അഭിഷേക് ഡൽഹിയിലെ വലിയൊരു കോളേജിൽ തന്നെ ചേർന്നു. 3 വർഷത്തെ കോഴ്സായിരുന്നു അത്. മാസത്തിൽ 1 തവണ അഭിഷേക് ഹരിയാനയിലെ തൻ്റെ വീട്ടിലെത്തും. അച്ഛനമ്മമാരെ പിരിഞ്ഞിരിക്കുന്നതിൽ അഭിഷേകിന് വലിയ വിഷമമായിരുന്നു. അതുപോലെ തന്നെയാണ് മാലിക് കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും. കാരണം അഭിഷേക് ആദ്യമായിട്ടാണ് വീട് വിട്ട് മാറി നിൽക്കുന്നത്. അങ്ങനെ 3 വർഷങ്ങൾ കടന്നുപോയി. നേഹയ്ക്ക് ഇപ്പോൾ 16 വയസ്സാണ്. അവൾ +1 പഠിക്കുന്നത്. അഭിഷേകിനും 20 വയസ്സായി. 3 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്നും വളരെ സന്തോഷത്തോടെ അഭിഷേക് നാട്ടിലെത്തിയ അഭിഷേക് ജോലിക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഭിഷേകിൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ ഹരിയാനയിലേക്ക് എത്തുന്നത്. മറ്റെന്തോ ആവശ്യത്തിന് അവിടെ എത്തിയ പയ്യൻ അഭിഷേകിനെ താൻ വന്ന വിവരം വിളിച്ചറിയിച്ചു. അങ്ങനെ കൂട്ടുകാരനെ കാണാനായിട്ട് അഭിഷേക് വീട്ടുകാരോട് പറഞ്ഞ് രാവിലെ ഒരു 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കൂട്ടുകാരന് കൊടുക്കാൻ അമ്മയും അമ്മൂമ്മയും കൂടി കുറച്ച് പലഹാരങ്ങളും ഒക്കെ അഭിഷേകിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അങ്ങനെ കൂട്ടുകാരനെ കാണാൻ പോയ അഭിഷേക് ഉച്ചയ്ക്കൊരു 2 മണി കഴിഞ്ഞതോടെ തിരിച്ച് വീടെത്തി. വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. സാധാരണ വീടടച്ച് എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ അത് തന്നെ അറിയിക്കേണ്ടതാണല്ലോ എന്ന് അഭിഷേക് ചിന്തിച്ചു. സ്പെയർ താക്കോലും കയ്യിലില്ല. അവിടെങ്ങാനും താക്കോല് വച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എങ്ങുമില്ല. അഭിഷേക് അവിടെ നിന്നുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഫോണിലും അമ്മയുടെ ഫോണിലും ഒക്കെ വിളിച്ചിട്ടും അവർ കോൾ എടുക്കുന്നില്ല. അനിയത്തി നേഹയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല. അഭിഷേകിന് ആകെ ടെൻഷനായി. ആ പയ്യൻ അങ്കിളും അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറുമായ പ്രവീൺ മാലികിനെ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ രാവിലെ പോകാൻ നേരം ഈ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നതാണ്. എവിടെയെങ്കിലും പോകുന്ന വിവരമൊന്നും എന്നോട് ആരും പറഞ്ഞതുമില്ല. ഇപ്പോൾ വീടെന്താ പൂട്ടിയിട്ടിരിക്കുന്നു. ആരും ഫോൺ എടുക്കുന്നുമില്ല. അഭിഷേകിൻ്റെ സംസാരത്തിലെ ടെൻഷൻ മനസ്സിലാക്കിയ പ്രവീണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അയാളും ഈ പ്രദീപ് മാലിക്കിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പ്രദീപ് ഫോൺ എടുത്തില്ല. ഒരു 10 മിനിറ്റിന് ശേഷം പ്രവീണ് ആ വീട്ടിലെത്തി. ഇതിനിടയ്ക്ക് അവിടെയുള്ള ചില അയൽപക്കക്കാരൊക്കെ മാലിക് വീടിന് മുന്നിലെത്തി. അഭിഷേക് ഒന്നുകൂടി അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അത് വീടിനകത്തു നിന്നാണ് ആ ബെല്ലടിക്കുന്നതെന്ന് അഭിഷേക് കേൾക്കുന്നത്. ഉടനെ തന്നെ അഭിഷേക് വീടിൻ്റെ മുകളിലത്തെ ബാൽക്കണിയിൽ കയറി ആ വാതിൽ തകർത്ത് താഴത്തെ നിലയിലേക്ക് ഇറങ്ങി. താഴത്തെ നിലയിലെത്തിയ അഭിഷേക് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. അതുവഴി പ്രവീണും അകത്തേക്ക് കയറി. അഭിഷേക് അച്ഛനമ്മമാരുടെ ബെഡ്റൂമിനടുത്തെത്തിയപ്പോഴാണ് ആ വാതിലിങ്ങനെ ചാരി കിടക്കുന്നത് കാണുന്നത്. അകത്ത് കയറി നോക്കിയ അഭിഷേകും പ്രവീണും അവിടെ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണ് അവർ അവിടെ കണ്ട ആ കാഴ്ച? ആ വീട്ടിലുള്ളവർ എങ്ങോട്ടാണ് പോയത്? ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. അഭിഷേകും അങ്കിളായ പ്രവീണും ആ മുറിയുടെ വാതിലിന് പുറത്തുകൂടി രക്തം ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടു. അകത്ത് കയറി നോക്കിയ ഇരുവരും ഞെട്ടിപ്പോയി. മുറിയിലെ കസേരയിൽ പ്രദീപ് മാലിക് രക്തത്തിൽ കുളിച്ചിങ്ങനെ മരിച്ചിരിക്കുകയാണ്. തലയിൽ വെടിയേറ്റ നിലയിലാണ് പ്രദീപിൻ്റെ ബോഡി കസേരയിൽ ഇരിക്കുന്നത്. അഭിഷേകിൻ്റെയും പ്രവീണിൻ്റെയും നിലവിളി കേട്ട് പുറത്തുനിന്ന് ആൾക്കാർ ചിലരൊക്കെ വീടിനകത്തേക്ക് കയറി. അഭിഷേക് പൊട്ടിക്കരയുന്നതിനിടയിലാണ് ഒരു കാര്യം ഓർമ്മിച്ചത്. തൻ്റെ അമ്മയും അമ്മൂമ്മയും അനിയത്തിയും എവിടെയെന്ന്. അവൻ നേരെ അല്ലറി വിളിച്ചുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് ഓടി. അവിടെ അനിയത്തി നേഹയുടെ മുറി പൂട്ടിയ നിലയിലായിരുന്നു. അഭിഷേക് എത്ര ശ്രമിച്ചിട്ടും ആ വാതിൽ അവന് തകർക്കാൻ സാധിച്ചില്ല. അഭിഷേകിൻ്റെ പിന്നാലെ ഓടിയ പ്രവീണും ആൾക്കാരും ചേർന്ന് ആ വാതിൽ തകർത്തു. ആ മുറിയിൽ കണ്ടത് അതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു.
കട്ടിലിൽ ബബ്ലിയും രോഷ്നി ദേവിയും നേഹയും വെടിയേറ്റ നിലയിൽ ചോരയെ കുളിച്ചിങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ഈ കൂട്ടമരണം കണ്ട് അഭിഷേകിൻ്റെ സമനില തെറ്റി. അവൻ കിടന്ന് അലറി വിളിക്കുകയാണ്. ആർക്കും ആ പാവം 20-കാരനെ നിയന്ത്രിക്കാൻ പോലും സാധിച്ചില്ല. പോലീസ് ക്രൈം സീനിലെത്തി. ബോഡികളെല്ലാം പരിശോധിച്ച ശേഷം ബോഡികളെല്ലാം ഓട്ടോപ്സിക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് ആ വീട്ടിൽ നിന്നും കിട്ടാവുന്ന മാക്സിമം തെളിവുകളും ശേഖരിച്ചു. കവർച്ച നടന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ പോലീസിന് അവിടെ നിന്ന് കിട്ടുകയാണ്. മാലിക് കുടുംബത്തിലെ അവശേഷിച്ച ഏക അംഗമായ അഭിഷേകിനോട് പോലീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. രാവിലെ 11:30 താൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ അഭിഷേക് പറഞ്ഞു. കൂട്ടത്തിൽ അഭിഷേക് അച്ഛന് ബിസിനസ്സിൽ ചില ശത്രുക്കൾ ഉണ്ടെന്നും അവരിൽ 2 പേരെയാണ് തനിക്ക് സംശയമെന്നും പോലീസിനോട് പറയുകയാണ്. അഭിഷേക് പറഞ്ഞ ആ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. റോഹ്താക്കിലെ ശിവാജി കോളനി പോലീസായിരുന്നു അന്വേഷണ ചുമതല. അന്വേഷണ ഉദ്യോഗസ്ഥനായ സുരേഷ് കുമാർ അഭിഷേക് പറഞ്ഞവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തെങ്കിലും അവർക്കിതിൽ യാതൊരു പങ്കുമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. കവർച്ച നടന്നതിനാൽ സ്റ്റേഷൻ പരിധിയിലുള്ള കള്ളന്മാരിലും പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നു. ഒന്നിലും ഒരു തുമ്പും കിട്ടാതായതോടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുരേഷ് കുമാർ ഒന്നുകൂടി അഭിഷേകിനോട് തിരിച്ചും മറിച്ചും ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ അഭിഷേകിൻ്റെ സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും സുരേഷ് കുമാറിന് പല സംശയങ്ങളും തോന്നി. ഒരു ചോദ്യം തന്നെ പല ആവർത്തി ചോദിക്കുമ്പോൾ ഉത്തരത്തിൽ വന്ന മാറ്റങ്ങൾ ഓഫീസറിൽ അഭിഷേകിന് എന്തൊക്കെയോ അറിയാവുന്നതായും ഭയപ്പെടുന്നതായും തോന്നിക്കുകയാണ്. കുറച്ച് ഷാർപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വന്നതോടെ അഭിഷേകിന് പിടിച്ചു നിൽക്കാനായില്ല. അവൻ മാലിക് കുടുംബത്തിൽ നടന്നതെല്ലാം അക്ഷരം പ്രതി പറഞ്ഞു. ഇതാണ് ശരിക്കും നടന്നത്. മാലിക് കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് അഭിഷേകിൻ്റെ ഡൽഹി യാത്രയാണ്. +2 നല്ല മാർക്കോടെ പാസ്സായ അഭിഷേക് അവൻ്റെ ഇഷ്ടപ്രകാരമാണ് ക്യാബിൻ ക്രൂ കോഴ്സിന് ഡൽഹിയിൽ ചേരുന്നത്. വീട് വിട്ട് ആദ്യമായിട്ടാണ് അഭിഷേക് മാറി നിൽക്കുന്നത്. കോഴ്സിന് എത്തിയെങ്കിലും 1-2 ആഴ്ച കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുകയുള്ളൂ എന്ന് പറയുന്നു. അഭിഷേക് അവിടെ ഹോസ്റ്റലിലാണ് താമസിച്ചത്. വീട് വിട്ട് മാറിയതിൽ ഡെസ്പായിരുന്നു അഭിഷേകിന്. കൂടെയുള്ള കുട്ടികളെല്ലാം പെട്ടെന്ന് കൂട്ടാവുകയാണ്. ആകെ ആ ക്ലാസ്സിൽ 12 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സായി. അതിലൊരാളാണ് കാർത്തിക്. കാർത്തിക് ഉത്തരാഖണ്ഡിൽ നിന്നുമുള്ള ഒരു പയ്യനാണ്. കാർത്തിക് ഹോസ്റ്റലിലല്ലായിരുന്നു താമസം. ഡൽഹിയിലെ അവൻ്റെ ഒരു ബന്ധു വീട്ടിലായിരുന്നു. കാർത്തിക്കും അഭിഷേകും പെട്ടെന്ന് തന്നെ തിക്ക് ഫ്രണ്ട്സായി മാറി. സമയം കിട്ടുമ്പോഴെല്ലാം ഇവർ 2 പേരും ഡൽഹി മൊത്തം ചുറ്റി കറങ്ങുകയും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് അഭിഷേകിന് ഒരു കാര്യം മനസ്സിലായത്. കാർത്തിക്കിനോട് ഒരു സുഹൃത്ത് എന്നതിലുപരി മറ്റൊരു വികാരമാണ് തനിക്കുള്ളതെന്നും. ഇത് തന്നെയാണ് കാർത്തികിനും അഭിഷേകിനെ കാണുമ്പോൾ തോന്നിക്കൊണ്ടിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ 2 പേരും തങ്ങൾക്കുള്ളിലെ ഫീലിങ്സ് ഷെയർ ചെയ്തതോടെ ഒരേ വഴിയിലാണ് ചിന്തിക്കുന്നതെന്ന് ഉറപ്പായി. പിന്നീട് ഇവർ പല ഹോട്ടലുകളിലും മറ്റും മുറിയെടുത്ത് സെക്ഷൽ റിലേഷനിലേക്ക് ഏർപ്പെടുകയാണ്. അവരുടെ ഈ ഒരു റിലേഷൻ മറ്റു കൂടെ പഠിക്കുന്ന ആൾക്കും മനസ്സിലായില്ല. ഒരിക്കൽ ലീവിന് വീട്ടിലെത്തിയ അഭിഷേക് കാർത്തികിനെയും ഒപ്പം കൂട്ടി. അഭിഷേക് വീട്ടിലുള്ളവരോടൊക്കെ കാർത്തികിനെ പരിചയപ്പെടുത്തുകയാണ്. മകൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ എന്നതിലുപരി മറ്റൊന്നും ആ വീട്ടിലുള്ള ആർക്കും ചിന്ത പോയില്ല. 3 ദിവസം ആ വീട്ടിൽ ഒരേ മുറിയിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. മകൻ ഒരു സ്വർഗാനുരാഗിയാണെന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അഭിഷേകും കാർത്തിക്കും അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു. വളരെ വിഷമത്തോടെയാണ് 2 പേരും പിരിഞ്ഞതും. അഭിഷേകിനാണെങ്കിൽ കാർത്തികിനെ കാണണമെങ്കിൽ ഉത്തരാഖണ്ഡ് വരെ പോകണം. അത് വളരെ കഷ്ടമായിരുന്നു. വീടുകളിൽ എത്തിയ ഇവർ മണിക്കൂറുകളോളം ഫോൺ വിളിച്ച് സംസാരിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോഴെല്ലാം അഭിഷേക് ഒരു കാമുകിയെ പോലെയാണ് കാർത്തികിനോട് സംസാരിച്ചിരുന്നത്. അവൻ്റെ ഉള്ളിൽ താൻ ഒരു പെണ്ണാണ് എന്നൊരു തോന്നലാണ്. കാർത്തിക് കാമുകനും. നേഹയുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ആരും അറിയാതെ മുഖത്തൊക്കെ ഇട്ട് കണ്ണാടിയിൽ നോക്കി ഇവൻ സന്തോഷിച്ചിരുന്നു. ഈ ഒരു മേക്കപ്പ് ചെയ്ത ഫോട്ടോയും വീഡിയോയും ഒക്കെ കാർത്തികിന് ഇവൻ അയച്ചു കൊടുക്കുകയും ചെയ്യും. അഭിഷേക് ഇടയ്ക്കൊക്കെ കാർത്തികിനെ കാണാൻ ഉത്തരാഖണ്ഡിൽ അവൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. തിരിച്ച് കാർത്തിക്കും അഭിഷേകിൻ്റെ വീട്ടിലെത്തും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. താൻ കാർത്തികുമായി വിവാഹം ചെയ്ത് ജീവിക്കണമെന്ന് അഭിഷേകിന് തോന്നി. അതിന് പെണ്ണാവണം. പെണ്ണാവുക എന്നത് അത്ര ഈസിയല്ല.
അതെങ്ങനെ ആകാമെന്നും അതിനുള്ള ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്നതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും അവൻ ഫോണിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ബുക്സൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വായിച്ചു തീർത്തു. ഇത് നടത്താൻ പറ്റിയാൽ താൻ ഒരു പെണ്ണാകുമെന്ന് അഭിഷേകിന് ഉറപ്പായി. ആ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷമുള്ള മുൻകരുതലുകളെ പറ്റിയും അവൻ മനസ്സിലാക്കി. ഒടുവിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്ത് പെണ്ണാവാൻ അഭിഷേക് തീരുമാനിച്ചു. അതിന് ലക്ഷങ്ങളുടെ ചിലവുണ്ട്. അതിന് അച്ഛൻ തന്നെ കനിയണമെന്ന് അവനറിയാം. പ്രദീപ് മാലിക് അഭിഷേക് എന്ത് ചോദിച്ചാലും ഒന്നുകിൽ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ കാശ് കയ്യിൽ കൊടുക്കും. അതാണ് പതിവ്. അഭിഷേകിന് ഈ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യം 5 ലക്ഷം രൂപയാണ്. അത്രയും രൂപ ചോദിച്ചാൽ അതിൻ്റെ ആവശ്യവും എന്തെന്നൊക്കെ അച്ഛനോട് പറയേണ്ടി വരുമെന്ന് അവനറിയാം. സത്യാവസ്ഥ പറയാനും പറ്റില്ല, എന്നാൽ കാശ് കിട്ടുകയും വേണം. അഭിഷേക് ആകെ വലഞ്ഞു. രണ്ടും കൽപ്പിച്ച് അഭിഷേക് അച്ഛനോട് 5 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യമുണ്ടെന്നും തരണമെന്നും പറഞ്ഞു. 5 ലക്ഷം രൂപ 20 വയസ്സുള്ള മകൻ ചോദിച്ചപ്പോൾ പ്രദീപ് ഒന്ന് ഞെട്ടി. അയാൾ അത്രയും പൈസയുടെ ആവശ്യം എന്തെന്ന് ചോദിച്ചു. അഭിഷേക് ആവശ്യം പറയാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പറയാം എന്ന് പറഞ്ഞ് അവനിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇത്രയും രൂപയുടെ ആവശ്യം അറിഞ്ഞിട്ടേ തരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ എന്നായി പ്രദീപ്. രക്ഷയില്ലാതെ അഭിഷേക് അമ്മ ബബ്ലിയോട് പൈസ തന്ന് സഹായിക്കാൻ പറഞ്ഞു. അവരും തരില്ല, ഇത്രയും കാശിൻ്റെ ആവശ്യമൊന്നും നിനക്ക് വരേണ്ട പ്രായമായിട്ടില്ല എന്ന് തീർത്തു പറഞ്ഞു. അഭിഷേകിന് ആകെ കലി കയറി. ഒരു നിവൃത്തിയുമില്ലാതെ തൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും തൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നും അനിയത്തിയായ നേഹയോട് അഭിഷേക് തുറന്നു പറയുകയാണ്. നേഹ ഇത് ആരോടും പറയില്ലെന്നും അവൾ തനിക്കൊപ്പം നിൽക്കുമെന്നും അഭിഷേക് കരുതി. എന്നാൽ നേഹ ആ വിവരം ആ വീട്ടിലുള്ളവരോട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. പുറത്തു പോയിട്ട് വന്ന അഭിഷേകിൻ്റെ മുന്നിൽ ഒരു പൊട്ടിത്തെറിയാണ് ആ വീട്ടിൽ നടന്നത്. അഭിഷേകിനോട് പ്രദീപ് മാലിക്, ഇനി നീ ഈ തീരുമാനം മനസ്സിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ സകല സ്വത്തും നേഹയുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു. അഭിഷേകിനെ വീട് വിട്ട് പുറത്തു പോകാൻ വീട്ടുകാർ സമ്മതിക്കാതെയായി. മാത്രമല്ല, നിന്റെ ഒരൊറ്റ കൂട്ടുകാരന്മാർ ഈ വീട്ടിലോട്ട് കയറരുതെന്നും അന്ത്യശാസനം പോലെ പറയുകയാണ്. വീട്ടുതടങ്ങളിൽ കിടന്ന് ആകെ ഇവൻ അസ്വസ്ഥനാവുകയാണ്. കാർത്തികുമായി തങ്ങളെപ്പോലെയുള്ളവർക്ക് സ്വാതന്ത്ര്യം തരുന്ന ഏതെങ്കിലും രാജ്യത്ത്, വിദേശ രാജ്യത്ത് പോകാനായിരുന്നു അവൻ്റെ പ്ലാൻ. നേഹ കാരണം എല്ലാം പൊളിഞ്ഞ് വീട്ടുതടങ്കലിലുമായി ഇപ്പോൾ. അഭിഷേകിനോട് ആ വീട്ടിൽ ആരും മിണ്ടണതുമില്ല. എല്ലാ ദേഷ്യവും മനസ്സിലടക്കിയ അഭിഷേക് എല്ലാവരെയും പരലോകത്തയക്കാനുള്ള തീരുമാനമാണ് പിന്നെ എടുത്തത്. അവൻ അപ്പോഴാണ് ഒരു വഴി തെളിഞ്ഞു വന്നത്. പ്രദീപ് മാലിക് ബിസിനസ്സിൽ ധാരാളം ശത്രുക്കൾ ഉള്ളതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്ത ഒരു ഗൺ എപ്പോഴും കയ്യിൽ കരുതിയിരുന്നു, ഒരു പിസ്റ്റള്. അതുപയോഗിക്കാൻ 2 മക്കളെയും അയാൾ നേരത്തെ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു. കാർത്തികിനെ റോഹ്താക്കിലേക്ക് അഭിഷേക് വിളിച്ചു വരുത്തി. എന്നിട്ട് വീട്ടുകാരോട് താൻ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം ജീവിക്കാമെന്നും ഒരു ജോലി ആവശ്യത്തിന് തനിക്ക് പുറത്തു പോകണമെന്നും വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കാർത്തിക് വെയിറ്റ് ചെയ്ത ഹോട്ടലിൽ പോയി അവനുമായിട്ട് മീറ്റ് ചെയ്യുകയാണ് അഭിഷേക്. വീട്ടിലുണ്ടായ ഒരു പ്രശ്നവും കാർത്തികിനോട് അവൻ പറഞ്ഞതുമില്ല. പിറ്റേ ദിവസം, അതായത് 2021 ഓഗസ്റ്റ് 25-ന് അഭിഷേക് രാവിലെ തൻ്റെ സ്വന്തം മുറിയിലെ മ്യൂസിക് സിസ്റ്റം നല്ല ശബ്ദത്തിൽ വയ്ക്കുകയാണ്. എന്നിട്ട് അവൻ നേരെ പോയത് നേഹയുടെ മുറിയിലാണ്. അപ്പോൾ നേഹ സ്കൂളിൽ പോകാനായിട്ട് കുളിക്കുകയാണ് ബാത്റൂമിൽ. അവൻ വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടു. എന്നിട്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരാനുള്ള നേഹയെ കാത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ബാത്റൂമിൽ നിന്നും വെളിയിൽ വന്ന നേഹ കാണുന്നത് കട്ടിലിലിരിക്കുന്ന അഭിഷേകിനെയാണ്. അവൻ നേരെ നേഹയെ പിടിച്ച് കട്ടിലിലേക്കിട്ടു. എന്നിട്ട് തലയിണ വച്ച് ആ കുട്ടിയുടെ മുഖം പൊത്തി പിടിച്ചിട്ട് തലയിൽ വെടിവെച്ചു. ശബ്ദം ആരും കേട്ടില്ല. ശേഷം അമ്മുമ്മ രോഷ്നി ദേവിയുടെ അടുത്ത് ചെന്നിട്ട് നേഹ അമ്മുമ്മയെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ നേഹയുടെ മുറിയിലെത്തിയതും പിറകെ വന്ന അഭിഷേക് വാതിൽ കുറ്റിയിട്ട് ആ സ്ത്രീയുടെ തലയിലും ഇതേപോലെ നിറയൊഴിച്ചു. ഇത്തവണ ശബ്ദം ബബ്ലി ദേവി കേൾക്കുകയാണ്. അവർ അഭിഷേകിനെ പേരെടുത്ത് വിളിച്ചതും അവൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. എന്താണ് ശബ്ദം കേട്ടതെന്ന് ചോദിച്ചപ്പോൾ നേഹയുടെ മുറിയിൽ നിന്നുമാണ് അമ്മുമ്മയും അങ്ങോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഇത് കേട്ട ബബ്ലി അങ്ങോട്ടേക്ക് ഓടി എന്താണെന്ന് നോക്കാൻ. അഭിഷേക് അവരുടെ പിന്നാലെ ചെന്നിട്ട് അവരെയും അതുപോലെ കൊല്ലുകയാണ്. ഇതൊന്നും അറിയാതെ ഹെഡ്സെറ്റും വെച്ച് കസേരയിൽ മുറിയിൽ ഇങ്ങനെ പാട്ട് കേട്ടിരിക്കുകയാണ് പ്രദീപ് മാലിക്. അഭിഷേക് നേരെ അച്ഛൻ്റെ മുറിയിൽ ചെന്നു. അയാൾ കാണുന്നത് പോലുമില്ല ഇവൻ അവിടെ എത്തിയത്. അയാളുടെ പിന്നിൽ ചെന്ന് 2 തവണ അയാളുടെ തലയിലും നിറയൊഴിച്ചു.
നേഹയുടെ മുറി പൂട്ടിയ ശേഷം മോഷണം നടന്നു എന്ന് കാണിക്കാൻ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇടുകയാണ്. എന്നിട്ട് വീടും പൂട്ടി കാർത്തികിനെ കാണാനായി പോയി. ഈ പോകുന്ന വഴി തന്നെ ഒരു കനാലിലേക്ക് ഈ പിസ്റ്റൾ എടുത്ത് കളഞ്ഞു. എന്നിട്ടാണ് പിന്നീട് ഇത്രയും നാടകങ്ങൾ അഭിഷേക് നടത്തുന്നത്. അഭിഷേകിനെ അറസ്റ്റ് ചെയ്ത ശേഷം അവൻ കാണിച്ചു കൊടുത്തതിനെ തുടർന്ന് പോലീസ് ആ കനാലിൽ നിന്നും പിസ്റ്റൾ വീണ്ടെടുത്തു. ഈ കേസിൽ അഭിഷേക് ജയിലിലാണെങ്കിലും ഇപ്പോഴും ഇതിന് വിധി വന്നിട്ടില്ല. പ്രദീപ് മാലിക് 2 മക്കളെയും ഈ ഒരു ഗണ്ണ് പരിശീലിപ്പിക്കുന്നതിൻ്റെ ചില ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതെല്ലാം പോലീസ് പിന്നീട് റിമൂവ് ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം.